ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 34 സൈസ് ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് ഈക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടെത്താമെന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരളവ് പറഞ്ഞിട്ട് ആ അളവിൽ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിന് ഇതേപോലെ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്, അതായത് സ്റ്റിച്ചിങ് പഠിക്കുന്ന ബിഗിനേഴ്സിന് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ അളവുകളും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് 34 ആണ് ചെയ്യുന്നത്. അപ്പോൾ 34 സൈസിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്താണ് നോക്കേണ്ടത്. അപ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഓരോ ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ കസ്റ്റമർ എത്രയാണോ പറയുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ലെങ്ത്ത് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മളിവിടെ ചെസ്റ്റ് എത്ര എടുത്തിരിക്കുന്നത് 34 ആണ്. അപ്പോൾ 34 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 8.5 ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടിയ 8.5ന് +4 ചെയ്യുക കേട്ടോ. അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ആൻസറിന് +4 ചെയ്യുമ്പോൾ നമുക്ക് 12.5 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്ത് ആയിട്ട് വരുന്നത് കേട്ടോ. പ്ലസ് ഇതിൻ്റെ ഒപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 1/2 ഇഞ്ച് താഴ്ഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ പിടിക്കാനുമായിട്ടാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. റെഡി അളവ്, അതായത് നമ്മുടെ 12.5ൻ്റെ ഒപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. ഇനി അടുത്ത് നമുക്ക് ഷോൾഡറാണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ ഷോൾഡറും നോക്കാനും ഇതേപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് സൈസ് 34 ഡിവൈഡഡ് ബൈ 6 ആണ് ചെയ്യേണ്ടത് കേട്ടോ ഇവിടെ. അപ്പോൾ 34 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് 5.6 ആണ് അളവ് കിട്ടുന്നത്. അതായത് അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നിന്നും ഇവിടെ വരയ്ക്കുള്ള അളവാണ്, ഹാഫ് ഷോൾഡറിൻ്റെ അളവാണ് 5.6. ഈ അളവ് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം കൂടുന്തോറും മാറ്റം വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ബിഗിനേഴ്സിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പിന്നീട് ഒന്നും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് ഷോൾഡർ കിട്ടുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ടാണ് കേട്ടോ നോക്കേണ്ടത്. ഇപ്പോൾ ഈ ആം ഹോൾ ബോക്സിൻ്റെ ലെങ്ത്ത് ഇല്ല കേട്ടോ. നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് കണക്കാക്കിയിട്ടാണ് ബോക്സ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനും നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെസ്റ്റിൻ്റെ അളവ് 34 ആണ്. 34 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 34 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 8.5 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ 8.5 മൈനസ് 1 ചെയ്യാം കേട്ടോ. അപ്പോൾ 8.5 മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്കിവിടെ 7.5 ആണ് കിട്ടുന്നത്. അതായത് ആം ഹോളിൻ്റെ റൗണ്ട് കിട്ടുന്നത് 7.5 ആണ്. ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഈ റൗണ്ടാണ് നമുക്ക് 7.5 കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ചെസ്റ്റിൻ്റെ സൈസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് 34 ആണ്. 34 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 8.5 ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ, അതായത് കൈക്കുഴിയുടെ ബോക്സ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ചെസ്റ്റ് ലൈനാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തായിട്ട് ഈ 8.5 മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ചെസ്റ്റിൻ്റെ മാർക്കിങ് വരുന്നത്. നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ. അടുത്തത് നമുക്ക് മിഡിൽ ചെസ്റ്റാണ് കേട്ടോ നോക്കേണ്ടത്. ഇപ്പോൾ 34 ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് +1 ഇഞ്ച് കൂടുതലായിരിക്കും നമ്മുടെ മിഡിൽ ചെസ്റ്റ്, അതായത് ആ നിപ്പിൾ പോയിൻറ്റിൻ്റെ റൗണ്ട്. അപ്പോൾ ഈ 1 ഇഞ്ച് കൂടുതലാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ 34 ഇഞ്ച് ചെസ്റ്റ് ഉള്ളവർക്ക് 35, 36 അല്ലാതെ അതിലും കൂടുതൽ 38, 39, 14 ഇങ്ങനെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിനെക്കാട്ടിലും മിഡിൽ ചെസ്റ്റിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 3 ഡോട്ട് പിടിക്കുമല്ലോ, അപ്പോൾ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെസ്റ്റിൻ്റെ അളവ് മാത്രം മതി നമുക്ക്
പിന്നെ എല്ലാ അളവുകളും മനസ്സിലാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത്. ഒരിക്കലും ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് ഒരു ഫിനിഷിങ് കിട്ടില്ല. നമ്മുടെ മിഡിൽ ചെസ്റ്റിൻ്റെ അളവും കൂടി ഉണ്ടെങ്കിലേ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മിഡിൽ ചെസ്റ്റിൻ്റെ അളവ് മെയിനായിട്ട് നോക്കേണ്ടതാണ്. ഈ മിഡിൽ ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ടക്കുകളുടെ ഈക്വേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ മിഡിൽ ചെസ്റ്റ് വരുന്നത് 35 ആണ്. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് 35 അല്ലാതെ അതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 37 ആണ് നിങ്ങൾക്ക് മിഡിൽ ചെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത പോലെ 37 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. നിങ്ങൾക്ക് അതിൽ എത്രയാണോ കിട്ടുന്നത് അതേ അളവ് നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചെസ്റ്റിനെക്കാട്ടിലും മിഡിൽ ചെസ്റ്റ് കൂടുതലായതുകൊണ്ട് ചെരിഞ്ഞിട്ടായിരിക്കും നമുക്ക് സൈഡ് ലൈന് വരിക. അപ്പോൾ അത് നമ്മൾ ടക്ക് പിടിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കട്ടിങ്ങിൽ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് ചെസ്റ്റ് വരുന്നത് 35 ആണ് കേട്ടോ. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്കിവിടെ 35 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 8.75 ആണ് കിട്ടുന്നത്. അതായത് 8.75 നമുക്ക് മിഡിൽ ചെസ്റ്റിൻ്റെ റൗണ്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഇറക്കം ആദ്യം അറിയണം അല്ലേ. അപ്പോൾ ആ ഇറക്കം എടുക്കാനും നമ്മൾ സെയിം ഇതേ ഫോർമുല തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ ചെയ്ത ബ്രസ്റ്റ്, അതായത് മിഡിൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അതേ ആൻസറിനെ തന്നെയാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എടുക്കുക. അതായത് നമ്മൾ മിഡിൽ ചെസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അതേ അളവാണ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടേക്ക് മാർക്ക് ചെയ്തെടുക്കുക. അതായത് ഇതേപോലെ നമുക്കിപ്പോൾ ഇവിടെ 35 4 ഡിവൈഡ് ചെയ്തപ്പോൾ 8.75 ആണ് കിട്ടിയത്. അപ്പം നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ റെഡി അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ലൈനിൽ വെച്ചിട്ട് താഴെ ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. അതല്ല നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ബ്രസ്റ്റിൻ്റെ സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, 4 ഡിവൈഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ റൗണ്ടാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ വേസ്റ്റ് റൗണ്ട് നോക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റ് എത്രയാണ്? 34 ആണ്. അപ്പോൾ 34 ഡിവൈഡഡ് ബൈ മൈനസ് ആണ് കേട്ടോ. അപ്പോൾ 34 മൈനസ് 4 ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ 34 മൈനസ് 4 ചെയ്യുമ്പോൾ 30 ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. ഇതിൽ നിന്നും ചിലപ്പോൾ 1 ഇഞ്ച് കുറയാം, 29 ആവാം, അതല്ലെങ്കിൽ 31, 32 അങ്ങനെ ഓരോ ആൾക്കാരുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് മാറ്റം വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോർമുല വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിനെക്കാട്ടിലും 4 ഇഞ്ച് മൈനസ് ആയിരിക്കണം നമ്മുടെ വേസ്റ്റ് റൗണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള ബോഡിയുടെ അളവ് കേട്ടോ. അപ്പോൾ ഇത് കസ്റ്റമറിൻ്റെയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ 30 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 30 നമുക്ക് 4 ചെയ്യണമല്ലോ. ഇത് ഫുൾ റൗണ്ടാണ് കേട്ടോ ഈ 30 പറയുന്നത്. അപ്പോൾ ഇതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് 30 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 7.5 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ടായിട്ട് ഇവിടെയായിട്ട് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 7.5 ഇതേപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേസ്റ്റ് റൗണ്ടും ആയിട്ടുണ്ട്. ഇനി അടുത്തത് നെക്കിൻ്റെ വിത്താണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ ഇതായിരുന്നു എല്ലാവരുടെയും സംശയം കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനും നമ്മുടെ ചെസ്റ്റ് സൈസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നോക്കുക. അപ്പോൾ നെക്ക് നോക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റ് ഇവിടെ 34 ആണ്. 34 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 2.8 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നെക്കിൻ്റെ വിത്തായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ 34 സൈസിന് 2.8 ആണ് നെക്ക് വിത്തായിട്ട് വരിക. അപ്പോൾ അതാണ് നമ്മൾ ഈ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. 2.8 എന്ന് പറയുമ്പോൾ 3 ഇഞ്ചസ് ആണ് കേട്ടോ വരിക. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ 2.8 ആണ് വരിക. നമ്മൾ ടേപ്പ് വെച്ച് നോക്കുമ്പോൾ അത് 3 ഇഞ്ച് ആയിരിക്കും. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഇഷ്ടപ്രകാരം വെക്കുന്നതാണ്, അല്ലെങ്കിൽ കസ്റ്റമർ പറയുന്നതിനനുസരിച്ചിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് നെക്കിൻ്റെ, അതേപോലെ ഷോൾഡർ, കൈക്കുഴി, വേസ്റ്റ് റൗണ്ട് ഇതൊക്കെ നമ്മൾ
ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈക്വേഷൻ വെച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന അളവുകളെല്ലാം മിഡിൽ ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം മിഡിൽ ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് ഇനി നമ്മൾ അണ്ടർ ബ്രസ്റ്റും ടക്ക് പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിൽ മിഡിൽ ചെസ്റ്റ് വരുന്നത് 35 ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ കൂടുതലുള്ളവർക്കും ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം 35, അതായത് 34 ചെസ്റ്റാണ്. 35 മിഡിൽ ചെസ്റ്റ് ഉള്ളവർക്ക് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇറക്കം, നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഇറക്കം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അണ്ടർ ബ്രസ്റ്റാണ് നോക്കേണ്ടത്. അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ഇപ്പം നമ്മൾ നിപ്പിൾ പോയിൻ്റ് എടുത്തത് ഇവിടെ ആയിട്ടാണ് കേട്ടോ. അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ നിപ്പിൾ പോയിൻ്റ്, മെയിൻ ടക്കിൻ്റെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഇതാണ് നിപ്പിൾ പോയിൻ്റ്. അപ്പോൾ ഇവിടുത്തെ ഇറക്കമാണ് നമ്മൾ നേരത്തെ എടുത്തത്. നമ്മുടെ മിഡിൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് എടുത്തുവല്ലോ, അപ്പോൾ അതാണ് ഈ ഇറക്കം. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം. അതായത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്ത് ബെൽറ്റും ബോഡി പീസും ജോയിൻ ചെയ്യുന്ന ആ ഭാഗമാണ് നമ്മുടെ അണ്ടർ ബ്രസ്റ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ മിഡിൽ ചെസ്റ്റ് എത്രയാണ്? 35 ആണ്. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 3 ആണ് കേട്ടോ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ മിഡിൽ ചെസ്റ്റിൻ്റെ 1/3 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 11.6 ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഇറക്കം. അതായത് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള അളവാണ്. നമ്മുടെ റെഡി അളവിൽ വെച്ചിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഇറക്കം ഇപ്പോൾ കിട്ടിയത് 11.6 ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അണ്ടർ ബ്രസ്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതാണ് ഈ ലൈൻ, ഇപ്പോൾ വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ലൈൻ കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ മെയിൻ ടക്ക് മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിഡിൽ ചെസ്റ്റ് 35 കൂടുതലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതിന് ഇതേപോലെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 37 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം കേട്ടോ. അപ്പോൾ 3 കോമൺ ആയിട്ട് ഈ ഇക്വേഷനിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മിഡിൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിന് നമ്മുടെ ഷോൾഡറിൻ്റെ റെഡി അളവിൽ നിന്നും നമ്മൾ ഇപ്പം മാർക്ക് ചെയ്തുവല്ലോ അതേപോലെ ഈ അണ്ടർ ബ്രസ്റ്റിൻ്റെ അവിടേക്ക് മാർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ കൊക്കി വയ്ക്കുമല്ലോ ആ ഭാഗത്ത് നിന്നും നമ്മുടെ മെയിൻ ടക്കിലേക്കുള്ള വീതി, അതായത് സൈഡ്, നമ്മുടെ സെൻറ്റർ ഭാഗത്ത് നിന്നും നിപ്പിൾ പോയിൻ്റ് വരെയുള്ള അകലമാണ് നോക്കേണ്ടത്. നമ്മൾ ഈ 4 തുണി ഫോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് 1 സൈഡത്തെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നിപ്പിൾ പോയിൻ്റ് വരെയുള്ള വീതിക്കായിട്ട് നമ്മൾ നമ്മുടെ മിഡിൽ ചെസ്റ്റ് എത്രയാണ്? ഇവിടെ 35 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ മിഡിൽ ചെസ്റ്റ് 35 അല്ല, അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 35 ആണ് എടുക്കുന്നത്. അപ്പോൾ 35 ഡിവൈഡഡ് ബൈ 10 ആണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 35 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 3.5 ആണ് കേട്ടോ കിട്ടുന്നത്. ഇപ്പോൾ കിട്ടിയ നമ്മുടെ 3.5 ഇഞ്ചസ് ആണ് ഇവിടെ നിന്നും നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അതായത് ഇതാണ് നിപ്പിൾ പോയിൻ്റ് കേട്ടോ. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത 3.5 ആണ് നമ്മുടെ നിപ്പിൾ പോയിൻ്റ്. അപ്പോൾ അതല്ല നിങ്ങൾക്ക് 35 അല്ലാതെ 37, 38 അങ്ങനെ കൂടുതലായിട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് 37 ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിനെ ഇവിടെ നിന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ മിഡിൽ ചെസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നിപ്പിൾ പോയിൻറ്റിൻ്റെ ഈക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത അതേ 3.5 താഴ്ഭാഗത്തും, അതായത് നമ്മൾ അണ്ടർ ബ്രസ്റ്റ് മാർക്ക് ചെയ്തുവല്ലോ അവിടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ടക്കിൻ്റെ ലെങ്ത്ത് കേട്ടോ. അതായത് നമ്മുടെ മിഡിൽ ചെസ്റ്റിൻ്റെയും അണ്ടർ ബ്രസ്റ്റിൻ്റെയും ഇടയിലുള്ള ഈ ലൈനാണ് നമ്മുടെ മെയിൻ ടക്കിൻ്റെ ലെങ്ത്തായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് ഇവിടെ ആയിട്ട്, അതായത് മെയിൻ ടക്കിൻ്റെ 2 ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ ത്രികോണ ഷേപ്പിൽ. അപ്പോൾ അതിനായിട്ടുള്ള അളവും കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതായത് ഈ ഭാഗം. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മുടെ മിഡിൽ ചെസ്റ്റ് എത്രയാണ്? 35 ആണ്. അപ്പോൾ ഇതേപോലെ
35 ഡിവൈഡഡ് ബൈ 13 ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 37 ആണെങ്കിൽ 37 ഡിവൈഡഡ് ബൈ 13 ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ 35 ഡിവൈഡഡ് ബൈ 13 ചെയ്യുമ്പോൾ 2.6 ആണ് കിട്ടുന്നത്. അതായത് ഈ 2.6നെ നമുക്ക് രണ്ട് ഭാഗത്തും ഈക്വലായിട്ട് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2.6നെ നമുക്ക് ഇതേപോലെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. രണ്ടാക്കിയിട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 1.25 അല്ലെങ്കിൽ 1.25 ഒരു പോയിൻറ്റുമായിട്ടാണ് വരിക. അപ്പോൾ ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ 37 38 ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇതേപോലെ ഡിവൈഡഡ് ബൈ 13 ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ലൈനിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് മെയിൻ ടെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത അളവുകൾ ഇതേപോലെ ത്രികോണ ഷേപ്പിൽ ആ നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് മുട്ടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടെക്ക്. അപ്പോൾ മെയിൻ ടെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കൈക്കുഴിയുടെ അവിടുത്തെ ടക്കാണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ അതിന് കാൽക്കുലേഷനൊന്നുമില്ല. ഇതേപോലെ മെയിൻ ടെക്കിൻ്റെ ആ നിപ്പിൾ പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് സ്കെയിലിങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക് ലൈന് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് വരച്ചിട്ട് മെയിൻ ടെക്കിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഇറക്കമായിട്ടൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ടക്കിൽ കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ പിടിക്കാനായിട്ട് നമ്മൾ ടക്ക് അടിക്കാനായിട്ട് ഒരുപാട് ഹെവി ബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/4 ഇഞ്ചോളം പിടിച്ചാൽ മതി കേട്ടോ. ഈ ഭാഗത്ത് ഒരു 1/4 ഇഞ്ചോളം പിടിച്ചാൽ മതി. അതല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൈക്കുഴിയുടെ അവിടുത്തെ ടക്ക്. അപ്പോൾ ഇനി നമുക്ക് കൊക്കി വെക്കുന്ന ഭാഗത്തെ ടക്കാണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ അതിന് നിപ്പിൾ പോയിൻറ്റിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഇതേപോലെ മുകളിലേക്കാക്കി മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കൈക്കുഴിയുടെ ടക്കും മെയിൻ ടക്കും തമ്മിൽ എത്രയാണോ ഡിസ്റ്റൻസ് വെച്ചത്, അപ്പോൾ അതേ ഡിസ്റ്റൻസ് വേണം മെയിൻ ടക്കും നമ്മുടെ കൊക്കി വെക്കുന്ന ഭാഗത്തെ ടക്കിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് കേട്ടോ സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് ഒരു 1/2 ഇഞ്ചോളം പിടിച്ചാൽ മതി കേട്ടോ ഈ കൊക്കിയുടെ അവിടുത്തെ ടക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള കൈക്കുഴി, നെക്കിൻ്റെ ഭാഗം, ഷോൾഡർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 34 സൈസിനുള്ള മെഷർമെൻറ്റ് കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കപ്പും കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ നിൽക്കും. അതേപോലെ ഷോൾഡർ ഇറങ്ങുന്ന പ്രശ്നവും വരില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ ഇത് ഒരിക്കൽ കണ്ടിട്ട് അങ്ങനെ വിടാതെ നമ്മുടെ നോട്ടിൽ അതല്ലെങ്കിൽ ഇതേപോലെ ഒരു ചാർട്ട് പേപ്പറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ ഇതേപോലെ 36 സൈസുള്ളത് ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ആദ്യം എല്ലാത്തിനെയും കാൽക്കുലേഷൻ വെച്ചിട്ട് മെഷർമെൻറ്റ് മനസ്സിലാക്കിയ ശേഷം കട്ടിങ്ങിലേക്ക് കടക്കാം. അതായത് ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ടിങ് വീഡിയോവും അതേപോലെ എങ്ങനെയാണ് നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോവും ഇതിൻ്റെ അടുത്തടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.